ചൂഷണങ്ങളും അതിക്രമങ്ങളും അവരുടെ ഉയർത്തിരഞ്ഞു പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥിരമായിരിക്കുന്നു റോളൻസസ്. അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രം നേരത്തെ എഴുന്നേറ്റാ മതിയോ? ആദ്യം പോയി അമ്മയുടെ മോനെ എഴുന്നേൽപ്പിക്ക്. തക്കുതിന് പറയാൻ വന്നേ നീ. നിനക്ക് വല്ല പ്രത്യേകതയുണ്ടോ? കാലത്ത് വെക്കടാ. നിന്നോടമ്മ വന്നത് അല്ലാതെ എന്നോടല്ല. നീ ചെയ്താ മതി. അതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റത്തില്ലേ? നീ കൂടെ ചേച്ചി വിളിക്കാൻ വരരുത്. എന്തൊരു കാരണം ജനൽ വെച്ച അപ്പുറത്തെ വീഡിയോ കേൾക്കാലോ. പെൺകുട്ടികളാണ് ഇത്ര ഒച്ച സംസാരിക്കുന്നത്. നിനക്കൊന്നും പഠിക്കാനില്ലേ? അമ്മയെ അമ്മയുടെ കുടുംബം കളിച്ച് ശീലിച്ചുള്ള കുട്ടികൾക്ക് എവിടെയെങ്കിലും കറങ്ങിട്ടെടുത്തിട്ട് അമ്മയുടെ മോൻ വന്നിട്ടുണ്ട്. ചോറെടുത്ത് കൊടുക്ക്. എന്റെ മക്കളോടാണ് ഈ പറയുന്നേ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചിട്ട് വരുന്നതാ? ഞാൻ ചോറി കഴിക്കും. ഇതൊക്കെ ഇതിന് മാത്രം അന്വേഷണം ചെയ്ത് പക്ഷേ ഞാൻ ഒരൊറ്റമില്ല. എത്തുന്നതൊക്കെ കൊടുത്തേ ഉള്ളൂ. നിങ്ങൾ കഴിപ്പിടി. അമ്മയ്ക്ക് സ്നേഹത്തോടെ എന്താടാ നിന്നെ തവറ് വിളിച്ച് കഴിച്ചതാ. ഇതൊക്കെ കണ്ടാ മതിയായിരുന്നു. സ്നേഹിച്ച് അവസാനം കരയാക്കണ്ട മതി. ചെറിയ കാര്യം വലിയ കത്താൻ കലയിൽ എഴുന്നേറ്റ് പോശനി. സമയത്ത് മോളെ എന്തായാലും മൈൻഡില്ലാത്ത എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഇന്ന് അവന്മാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് മടുത്തു. രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചതാ. മോള് നീ എത്തിച്ചാലും ഇത് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ ചെയ്തതെല്ലാം ഭാവിയിൽ നമുക്ക് തന്നെയായിരിക്കും ഭവിഷ്യത്താവുന്നത്. നമ്മൾ പെണ്ണുങ്ങളാ. നമ്മൾ വേണം എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ. ഇനി നീ അവരെ കാണുവാണെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. കഴിഞ്ഞ ദിവസേ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയില് ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തില്ലായിരുന്നോ? അത് ഞാൻ സെലക്ട് ചെയ്തു. മോളെ മോളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. പക്ഷേ ബാംഗ്ലൂര് അച്ഛനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കമ്മേ. അതെ, നമ്മുടെ മോൾക്ക് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് വെച്ച് വന്നിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരോ? അതെന്തായാലും വേണ്ട. അവിടെ വെച്ച് നിൽക്കുന്ന പറ്റി കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഉള്ളതാൻ പറ്റപ്പെട്ട നമ്മള് എന്ത് സംഭവിക്കാനാ അച്ഛാ? അവന് ഈ അവസരം കിട്ടണമെങ്കിൽ അച്ഛൻ വിടാതിരിക്കുവോ? കാരണേ അവൻ ആൺകുട്ടിയാണോ? അവൻ എവിടെ പോലും പഠിക്കാനില്ല. അതുകൊണ്ടാണ് നീ മതി. ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ട അവിടെ. ഇതൊന്ന് തേച്ച് അമ്മേ. എടി ഇത് നമ്മൾ തേച്ചു കൊടുത്തേ. അവനെ കഴിയില്ലേ തന്നെ കേൾക്കാൻ? അവൻ അറിയാത്തോണ്ടല്ലേ, നീ ഒന്ന് തേച്ചു കൊടുക്ക്. അറിയാത്തവരാണെങ്കിലേ തേക്കണ്ട. തേക്കാതെ ഇട്ടോണ്ട് പോയാ മതി. അതേ ഞാൻ അമ്മയുടെ അടുത്തല്ലേ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലോ. നീ കൂടെ ഷോ മാറ്റിയാൻ പറ്റതേ. ഓ, രണ്ടുപേരും നിർത്താമോ? നിങ്ങൾ ആരും ചെയ്യണ്ട, ഞാൻ തന്നെ പോയി തേച്ചോളാം. അമ്മ ഇവരിങ്ങനെ വഷളാക്കുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരെ അറിയാമോ? ഇവർക്കൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മളെ പോലെയുള്ളവര്. അമ്മ ഇവത്തിന്റെ പ്രാന്തായോ? ആരും തേക്കണ്ട, ഞാൻ വേറെ ഇട്ടോളാം. പിന്നെ ഇനിയാ വരില്ല കേട്ടോ. ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടിയുണ്ട്. അമ്മയ്ക്ക് മകനിപ്പോ എവിടെ പോകുന്നെന്നോ ആരോട് പോകുന്നെന്നൊന്നും അറിയണ്ടല്ലോ. ഞാനിങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 100 ചോദ്യം കൊണ്ട് വന്നേനെ. നിനക്കിപ്പോ എന്താ വേണ്ട ജനനി? ഇതുപോലെ പാതിരാത്രി കറങ്ങാൻ പോണം? അയ്യോ, പാതിരാത്രി ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് പകലെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ വിട്ടാൽ മതി. എന്റെ പൊന്നു മോളെ,
ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭർത്താവ് തന്നെ നിന്നെ എല്ലായിടത്തും കാണാൻ കൊണ്ടുപോയിക്കോളൂ. ഈ പറയുന്ന അമ്മ എവിടെയൊക്കെ പോയിട്ടുണ്ട്? അച്ഛന്റെയും അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവസാനം അമ്മയുടെ ജീവിതം ഈ അടുക്കളയിൽ തീർന്നില്ലേ? ദയവ് ചെയ്ത് എന്ത് ചെയ്തു അതുപോലെ നശിപ്പിക്കരുത്. ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, എല്ലാം ആ സമയത്ത് ഒരു മാസം ഓടാത്ത കഥ. അതൊക്കെ മതി. ഞാനാണ് കാർത്തികാശൻ. എന്താ എന്താ പ്രശ്നം? എന്നെ പെണ്ണ് സാറേ, ഇന്നലെ ഫ്രണ്ട്സിന്റെ പാർട്ടിയിൽ വഴി വെടിയുന്ന പോകാം. ഇപ്പോഴാണ് അവനെ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. എങ്ങനെയൊക്കെ കേസ് നോക്കി തന്നെ സാറേ? ഇന്നലെ തന്നെ കഞ്ചാവലിക്കും കാശ് പൊട്ടിക്കാനുണ്ട് ചോദ്യം ചെയ്യാൻ അമ്മയെ തലമുറയിൽ ചോദിച്ചു. സ്കൂളിൽ പഠിക്കാനാണ് ഇമാരെ കൂട്ടാനാണ്. ഇവന്മാരെ പോലുള്ള പിള്ളേര് ഈ സാമാന്യ ബുദ്ധി കയറ്റി ബോധങ്ങളുടെ കാലത്ത് റോഡിലിറങ്ങാണ്. സ്വന്തം ഭയങ്കര എതിരാളികളെ പിടിച്ച് റേപ്പി ഡൽഹിക്കത്തേണ്ടത് കൂടുതലായിട്ട് മയറായിരുന്നാണ് ആ പെൺകുട്ടിയെ കൂടുതലായിട്ട് റേപ്പ് ചെയ്തത്. ആമ്പിളുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം. പെൺപിള്ളേരെ സന്ധ്യയ്ക്ക് വീട്ടിലെത്തി നിങ്ങൾ അന്വേഷിക്കും. ഇമാരുടെ കാര്യം അന്വേഷിക്കണം. എവിടെ പോയി എന്ത് ചെയ്യുന്നു എല്ലാം അന്വേഷിക്കണം. ഇതേപോലെ ഒരു കേസിൽപ്പെട്ട ഇമാർക്ക് ഭാവിയിൽ ജോലി വിദേശത്ത് പോകാൻ ഒന്നും പറ്റില്ല. നാട്ടിൽ പോകുമ്പോഴേക്ക് പോകും. ഇനി മേല എന്തെങ്കിലും കേസ് വഴിന്റെ മുമ്പിലെങ്ങനെ ഒന്ന് പെട്ടാം. ഇനി കൂട്ടുകാരനെ കാണണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഒഴിവാക്കിയിട്ടുണ്ടോ? അത് തനി സ്വഭാവം കയറി നാളെ വീട്ടിലേക്ക്. അതെ, ജോലി അടുത്ത ആഴ്ച ബാംഗ്ലൂർക്ക് പോവാം. അവരെ കമ്പനിയിൽ വിളിച്ചായിരുന്നു ജോയിൻ ചെയ്യാനായിട്ട്. ബാംഗ്ലൂരൊന്നും പോകാൻ പറ്റില്ലെന്ന് അന്ന് തന്നെ പറഞ്ഞല്ലേ? ഒരു കാര്യം ഒരു പറയും അത് മനസ്സിലാക്കി. നിങ്ങൾ എന്തിനെങ്ങനെയാണ് ഒച്ച വെക്കുന്നേ? ഇതേ എന്റെ മോൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാ. അല്ല, എന്റെ മോൾ ജോലിക്ക് പോയി നിങ്ങൾക്ക് എന്താ പ്രശ്നം? നീയാണ് ഇവർക്ക് വാങ്ങി വരുന്നത് കേട്ടോ. എന്തെങ്കിലും പറ്റിക്കിട്ട് എന്നോട് പറയരുത്. എന്റെ ജീവിതം ഇങ്ങനെയായി. ഇനി എന്റെ മോളുടെ ജീവിതം കൂടി ഇങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്നും പറയുന്നില്ല. അമ്മയെ മോളുടെ കൂടെ തീരുമാനിച്ചു. Yes, Ellen. Oh, yeah. Zeleny. അല്ലേ, കണ്ട പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ്. തന്നെ ഗൈഡ് ചെയ്യുന്നതിന് ഞാൻ അനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിക്കാം. അത് ഏത് സമയം വന്നു. അപ്പൊ പിന്നെ നിർത്തുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ അനു. തന്നെ ഗൈഡ് ചെയ്യാൻ എന്നെയാണ് എക്സ് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഡേറ്റ്. ഓക്കെ മാം. Zeleny, ഞാൻ പറഞ്ഞ ഫയൽ കംപ്ലീറ്റ് ആക്കിയോ? ഫയൽ കൊണ്ട് ക്യാബിനിലേക്ക് പോകാം. ഓക്കെ സർ. ട്രെയിനിങ്ങുകൾ കുറച്ച് എക്സ്ട്രാ കൊണ്ടൊക്കെ ഇട്ടാലേ കരിയറിൽ കുറച്ച് സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഈ കണ്ടിയുണ്ടോ? താൻ കഴിഞ്ഞ ദിവസം സബ്മിറ്റ് ചെയ്ത ഫയലിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട്. താൻ ഇപ്പൊ തന്നെ എന്നെ കാണും. രാവിലെ ബസ്സില് ഈ വിചാരിക്കുന്നത് എന്താണ് വേണ്ടത്? താനെന്താ ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തെ? താനെന്തിനാ അങ്ങോട്ട് ചെയ്യും? നീ ആരും എന്തോ ആയിക്കോട്ടെ, പക്ഷെ നീ എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേട്ടേ പറ്റും. അതുവഴി നിനക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിന്നെ ഇവിടുത്തെ പെർഫോമൻസ് ഒക്കെ പോകാം, പക്ഷേ നിന്റെ ശരിക്കുമുള്ള പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. പിന്നെ ഇത് പുറത്ത് പോയി പറയാനാണ് എന്റെ പ്ലാനെങ്കിൽ നിന്റെ ജോലി കളയാൻ
എനിക്ക് ഈ സമയം പോലും വേണ്ട. എനിക്കറിയാം നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. നീ ബുദ്ധിയുള്ളവരാണ്. മോളെ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കണം. പോട്ടെടോ.